ലഹരി കേരളത്തെ കാർന്നു തിന്നുമ്പോൾ സഭയ്ക്കകത്തും ഇതൊരു വലിയ വിഷയമായി സഭയെ കുലുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നജീബ് കാന്തപുരം കായിക മന്ത്രിയോടായിട്ട് ചോദ്യം ചോദിക്കാൻ എണീക്കുമ്പോൾ ലഹരി തിന്നുന്നതിനെ കുറിച്ച് ആദ്യം പറയുകയും അതിനുശേഷം ഈ കായിക മന്ത്രാലയം വെറും വാഗ്ദാന മന്ത്രാലയമായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുവരെ എത്ര സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു, ഇതിന് വല്ല ഉത്തരവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചാടി എണീറ്റ കായിക മന്ത്രി പറയുന്നത് ലഹരിയിൽ കൂടുതലും പ്രതിപക്ഷ പാർട്ടിയായ നിങ്ങളുടെ ആളുകൾ തന്നെയാണ് എന്നാണ്. പിന്നെ വിട്ടുകൊടുത്തില്ല, സതീശനാണ് ചാടി എണീറ്റത്. കായിക മന്ത്രി പറഞ്ഞതുപോലെ പത്രങ്ങളിലൊക്കെ കാണുന്നത് കൂടുതലും പ്രതിപക്ഷത്തിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞതിൽ എന്ത് കയമ്പാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇത് സഭാരേഖയിൽ നിന്ന് തന്നെ നീക്കണം എന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അവിടെ നിന്ന് ചാടി എണീറ്റ് സതീശനോടൊപ്പം ചേരുകയാണ്. ഇങ്ങനെ ഈ മൂവർ സംഘം ചേർന്നുകൊണ്ട് മന്ത്രിക്ക് കണക്കിന് കൊടുക്കുകയാണ്. പിന്നെ ഒന്നും പറയാൻ സാധിക്കാതെ വരുമ്പോൾ മൈക്കെടുത്ത് ചെവിയിൽ വെക്കുന്നത് മാത്രം കാണാൻ ഇത് പറയുന്നുമുണ്ട് ഷംസീർ. മന്ത്രി, നിങ്ങൾ മൈക്കെടുത്ത് വെച്ചോളൂ എന്ന്. ആ സഭയെ കുലുക്കിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സർ, നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ്. എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത്. എന്നാൽ സാർ, എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സർ. ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്? അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു? സർ, സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പുതിയ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ. ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു പരാമർശമാണ് ഉത്തരത്തിൽ പറഞ്ഞത്. സാർ, അത് അദ്ദേഹം പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. അത് പരിശോധിച്ച് ചെയ്യാം. അതുപോലെ പറഞ്ഞല്ലോ, ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം. ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശിച്ചു. അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല. ചോദ്യകർത്താവ്, നിങ്ങൾ ഡിമാൻഡ് ഡിസ്കഷനിൽ പറഞ്ഞോ ബ്ലെയിമിംഗ് ഒക്കെ, ചോദ്യോത്തര വേളയിൽ ഇത്തരം ബ്ലെയിമിംഗ് ഒഴിവാക്കുക. യെസ്, അത്തരം പരാമർശ രേഖയിൽ ഉണ്ടാവുന്നില്ല. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിച്ചത് എത്ര തുക ചെലവഴിച്ചു, എത്ര സ്റ്റേഡിയം വന്നു എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം ഉണ്ടായില്ല. ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പാർട്ടി തിരിച്ചിട്ടുള്ള കണക്കൊന്ന് പറയട്ടെ. സർ, പല പാർട്ടിയിലെയും പല ആളുകളും